ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമിയിൽ ഒരു മനുഷ്യനും മാനിക്കപ്പെടുന്നില്ല. അതാണ് സത്യം. മാനിക്കപ്പെടുന്നുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന മാത്രമേ ഉള്ളൂ. ആ മാനം ഒട്ട് സ്ഥിരമായിട്ട് ഇല്ലതാനും. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഒരു വാക്യം വായിച്ചു മുന്നോട്ട് പോകാം. എന്തുകൊണ്ടാണ് അതങ്ങനെ ആകുന്നതെന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. ആദാമിനോട് യഹോവ അരുളി ചെയ്തത്, നീ നിന്റെ ഭാര്യയുടെ വാക്ക് കേൾക്കുകയും തിന്നരുത് എന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലം മുഴുവൻ കഷ്ടതയോടെ അതിൽ നിന്ന് ഉപജീവനം നടത്തും എന്ന് എഴുതിയിരിക്കുന്നു. എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ഭാര്യയുടെ വാക്ക് കേട്ട് ആദിപിതാവായ ആദം ചെയ്തതുകൊണ്ടും ദൈവവചനത്തിനെതിരായി ആദിമാതാവ് പ്രേരിപ്പിച്ചതുകൊണ്ടും അവരൊരുമിച്ച് പാപം ചെയ്തതുകൊണ്ടും അവരിൽ നിന്ന് ജനിക്കുന്ന ഒരു മനുഷ്യ സന്തതിയും ഒരു കാലത്തും ഭൂമിയിൽ മാനിക്കപ്പെടുന്നില്ല. നമ്മൾ പറയും ധനമുണ്ടേ മാനിക്കുന്നുണ്ടെന്ന്. അതൊക്കെ വെറുതെയാണ്. ധനവാന്മാരുടെ ജീവിതത്തിലെ ആരും നോക്കിയാൽ പരിഹരിക്കാൻ മേലാത്ത ധാരാളം വിഷയങ്ങൾ ഉണ്ട്. നമ്മളതറിയാത്തത് കൊണ്ടാണ്. ഇവിടെ പറയുന്നത് തിന്നരുത് എന്ന് പറഞ്ഞാൽ അരുത്. അരുത് എന്ന് പറയുന്നതെല്ലാം അന്നും ഇന്നും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലമാണ്. അരുത് എന്ന് പറഞ്ഞാൽ അതെല്ലാം ഈ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലമാണ്. എന്ന് പറഞ്ഞാൽ തിന്മയുടെ വൃക്ഷത്തിൻ്റെ ഫലമാണത്. നമ്മൾ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞു, നന്മയും തിന്മയും അറിയുന്നവനെ ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നന്മ മാത്രം അറിയുന്നവനെ വെക്കാം, പക്ഷേ അങ്ങനെ ഒരുത്തം ഭൂമിയിൽ ഇല്ലതാനും. പിന്നെ എന്നാ കാണിക്കും? അതിനകത്ത് അർത്ഥം ഇതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ മാനസാന്തരം വന്ന ഒരുത്തന്, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്ന ഒരുത്തന്, അവന് ഈ മാനസാന്തരത്തിന് വിരുദ്ധമായ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അവനതിൽ ചലിക്കില്ല. ഈ ജീവവൃക്ഷം ജീവനെയും ദൈവത്തെയും ഒക്കെ കുറിക്കുന്നു. തിന്മയുടെ വൃക്ഷം സാത്താനാണ്, അല്ലെ വൃക്ഷത്തിൻ്റെ ഫലം സാത്താനാണ്. തിന്മയുടെ വൃക്ഷം സാത്താനാണ്, അത് തന്നെ കറക്റ്റ്. ഇപ്പോൾ രണ്ട് ഭാഗത്തെ കാണിക്കുക. ജീവവൃക്ഷം ദൈവത്തെയും ദൈവരാജ്യത്തെയും ക്രിസ്തുവിനെയും ഒക്കെ കാണിക്കുമ്പോൾ ജീവവൃക്ഷത്തിനെതിര് കാണിക്കുന്നതാണ് തിന്മയുടെ വൃക്ഷം. സാത്താനെയും അവൻ്റെ അധികാരത്തെയും ഒക്കെ കാണിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും പ്രത്യക്ഷമല്ല. നമുക്ക് കണ്ണുകൊണ്ട് ഈ ജീവവൃക്ഷത്തെയോ ജീവവൃക്ഷം പ്രദാനം ചെയ്യുന്ന സംവിധാനങ്ങളെയോ രാജ്യത്തെയോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. സാത്താനെയോ സാത്താൻ്റെ സംവിധാനങ്ങളെയോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇതിൽ അരുത് എന്ന് ദൈവവചനം പറയുന്നതിന് കവർ ചെയ്ത് ചെയ്യുന്നതൊക്കെയും ഈ സാത്താനാലുള്ളതാണ്. ഈ ആദി മാതാപിതാക്കൾ അരുത് ചെയ്ത അന്നു മുതൽ ഇപ്പോൾ വരെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ഈ നന്മ തിന്മകളുടെ വൃക്ഷം എന്ന സാത്താൻ അധികാരമുണ്ട്. ഇന്ത്യൻ പീണൽ കോഡ് പറയുക, അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതി പറഞ്ഞ ഭാരതീയ ന്യായ സംഹിത, അരുതെന്ന് പറയുന്ന എല്ലാത്തിനും ശിക്ഷാവിധിയുണ്ട്. ഇതുപോലെ തന്നെ സ്വർഗരാജ്യത്തിലായാലും ഭൗതിക രാജ്യത്തിലായാലും അരുത് ലംഘിച്ചാൽ എന്ന് പറഞ്ഞാൽ നിയമം ലംഘിച്ചാൽ അതിന് ശിക്ഷാവിധിയുണ്ട്. ഇപ്പോൾ അതൊരു ഏത് മനുഷ്യൻ എത്ര വലുതവനാണേലും ചെയ്താൽ, അത് പിടിക്കപ്പെട്ടാൽ അവന് ശിക്ഷാവിധിയുണ്ട്. എന്തുകൊണ്ടാണ് ചെയ്യുന്നതും
പിടിക്കപ്പെട്ടില്ലേൽ പോലും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച വാക്യമാണ്. കാരണം അരുത് എന്ന് ദൈവം പറഞ്ഞ കാര്യത്തിന് അതിന് മുകളിൽ ഭാര്യയുടെ വാക്ക് കേട്ട് കൽപ്പിച്ച, ദൈവം കഴിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് ആദം നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഏത് മനുഷ്യനും ഈ അരുത് ലംഘിച്ചാൽ അത് പാപമാണ്, അതിന് ശിക്ഷയുമുണ്ട്. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. യേശു പറഞ്ഞു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല. ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളത് ഇച്ചിലൂടെ ആഴത്തിൽ ചെന്നാൽ ഒരുത്തനും സ്ഥിരമായി ബഹുമാനിക്കപ്പെടുകയില്ല. ഒരു കളക്ടറാണെന്ന് വെച്ചു. ആ കളക്ടർ വീട്ടുകാർക്ക് എല്ലാ കാലത്തും, നാട്ടുകാർക്കും അല്ലെങ്കിൽ പരിചയമില്ലാത്തവർക്കൊക്കെ സാറായിരിക്കും. പക്ഷേ വീട്ടുകാർക്കൊക്കെ വെറും കൊച്ചാണ്. കൊച്ചെന്നോ എടാ മോനെ എന്നൊക്കെ വിളിക്കുകയുള്ളൂ. നാട്ടുകാരെ സംബന്ധിച്ചോ, ഇന്നടത്ത് ഇന്നയാളുടെ മോനെ കളക്ടറാണ് കേട്ടോ, അത്രേ ഉള്ളൂ. ഈ യേശു ഭൂമിയിലായിരുന്ന കാലത്ത് പോലും യേശുവിനോട് ഈ സമീപവാസികൾക്കുണ്ടായിരുന്ന മനോഭാവം അതായിരുന്നു. ഇവൻ തച്ചൻ്റെ മകനല്ലേ, ഇവൻ്റെ അമ്മ മറിയമല്ലേ, ഇവൻ്റെ സഹോദരങ്ങൾ ഇന്നവർ നമ്മുടെ കൂടെ ഇല്ലേ, ഇവൻ എവിടുന്ന് ഈ ജ്ഞാനമൊക്കെ കിട്ടി എന്നൊക്കെ ചോദിച്ച് നിൽക്കുക എന്നല്ലാതെ കാര്യമായ ഒരു ബഹുമാനം അവിടെ ലഭിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ഇനി 1-2 ഉദാഹരണം പറയാം. ഈ വിവാഹം കഴിച്ച് അയച്ച പെൺകുട്ടി ഭർത്താവില്ലാതെ തിരിച്ച് വീട്ടിൽ വന്നു നിന്ന അപമാനമാണ്. ഇനി ഒരുവൻ ഉയർന്നാൽ നാട്ടുകാർ ചിലപ്പോൾ സാറെന്ന് വിളിക്കും, പക്ഷേ വീട്ടുകാർ കൊച്ചെന്നൊക്കെ വിളിക്കുകയുള്ളൂ. അതായത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടുത്തെ ധനവാന്മാരുടെ കാര്യം പറഞ്ഞാലും നമുക്ക് മനസ്സിലാകുന്നത് ഒരു നിശ്ചിത സമയം വരെയേ ഈ ബഹുമാനമുള്ളൂ. വ്യക്തി ഓടി നടക്കുന്ന കാലത്തും, വ്യക്തിക്ക് പണമുള്ള കാലത്തും, വ്യക്തിക്ക് പ്രതാപമുള്ള കാലത്തും. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ഏറ്റവും വലിയൊരു ധനവാൻ കിടന്നുപോയെന്ന് വെച്ചു. ജീവിച്ചിരുന്ന കാലത്ത് വലിയ സെക്യൂരിറ്റിയും സംവിധാനം ഉണ്ടായിരുന്ന മനുഷ്യൻ കിടന്നുപോയാൽ അയാൾക്ക് ചിലപ്പോൾ അയാൾ താമസിക്കുന്ന കെട്ടിടത്തിന് ചിലപ്പോൾ ഒരു സെക്യൂരിറ്റി കാണും, നോട്ടം വെറും ഹോം നേഴ്സായി മാറും. ഹോം നേഴ്സിനെ സംബന്ധിച്ച് ഇന്നലകളിൽ ധനവാനായിരുന്ന ഒരു മനുഷ്യൻ അവിടെ കിടക്കുന്നെന്നും പറഞ്ഞ് അവർക്ക് അറപ്പൊക്കെ സെയിമാണ്. അവരാ ശമ്പളത്തിന് വേണ്ടി ആ ജോലി ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ. ആ കിടപ്പ് ദീർഘിച്ചു പോയാൽ, അതൊരു ഭാരമായി മാറിയാൽ, ആദ്യം ഓരോരുത്തർക്ക് ഇത് മടുപ്പായി മാറും. പിന്നീട് ഈ നേഴ്സിന് തന്നെ ഈ ശമ്പളത്തിൻ്റെ കാര്യത്തിലുള്ള ഒരു ഇതല്ലാതെ ബാക്കി ഒരു താല്പര്യവും ഇല്ലെന്നാവും. അങ്ങനെ വരുമ്പോൾ ആരാ ഭൂമിയിൽ സ്ഥിരമായി മാനിക്കപ്പെടുന്നത്? ഈ അർത്ഥത്തിൽ ആഴത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഭൂമിയിൽ സ്ഥിരമായി മാനിക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ജീവിച്ചിരുന്ന കാലത്ത് യോഗ്യമായ ചില കാര്യങ്ങൾ ചെയ്ത വ്യക്തികളെ കാലങ്ങൾ ഓർക്കുന്നു. അതിനപ്പുറം ഓർക്കുന്നത്, ഒരു വ്യക്തിയെ ഓർക്കുന്നത് ദൈവവും ദൈവത്തിൻ്റെ രാജ്യവും ഒക്കെയാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ദൈവത്തിന് ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ദൈവം ഈ മനുഷ്യൻ്റെ പുറകെ നടക്കുന്നത്. ഇപ്പം ഞാനെന്ന വ്യക്തി മരിച്ചു പോയാൽ ചില ദിവസങ്ങൾ എൻ്റെ വീട്ടിലൊരു ദുഃഖവും ഭാരവും ഉണ്ടായിരിക്കും, പിന്നെ അവരും അത് മറക്കും. പക്ഷേ നമ്മളൊന്നുകൂടെ ചിന്തിച്ച് ഓർക്കണം, ഈ യേശുക്രിസ്തു മരിച്ച് കഴിഞ്ഞ ഉടനെ പിന്നീട് അവൻ പാതാളത്തിലേക്ക് പോയെന്നും അനുസരണം കെട്ടിരുന്ന ആ ആളുകളിൽ മുൻകാലങ്ങളിൽ മരണപ്പെട്ടവരോട് സുവിശേഷം അറിയിച്ചെന്നും അവരിൽ ചിലരൊക്കെ യേശു ഉയർത്ത കൂട്ടത്തിൽ ഉയർത്തെഴുന്നേറ്റെന്നും ഒക്കെ നമ്മൾ വായിക്കുന്നെങ്കിൽ, മരിച്ചവരെ വരെ ഓർത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികൾ, ആ പദ്ധതികളുടെ മുമ്പിലേ ഒരു വ്യക്തി മാനിക്കപ്പെടുന്നുള്ളൂ. അല്ലാതെ ഭൂമിയിൽ ഒരു വ്യക്തിയും സ്ഥിരമായി മാനിക്കപ്പെടുന്നില്ല. അല്പകാലത്തേക്ക് മാനിക്കപ്പെടുന്നത് പോലെ തോന്നുന്നതേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, യാഥാർത്ഥ്യങ്ങളിലേക്ക് അടിയൻ്റെയും കേൾവിക്കാരുടെയും ഹൃദയങ്ങളെ തുറക്കണമേ. ഞങ്ങൾ ആരോ എന്തോ എങ്ങനെയോ ഒക്കെ ആണെന്നുള്ള നിഗളിപ്പോടും ഒക്കെ നടക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൊട്ട് അവരായിരിക്കുന്ന യഥാർത്ഥ അവസ്ഥയെ കാണിച്ചു കൊടുക്കണമേ. ഭൂമിയിൽ ഒരു കുമള പോലെ
അല്പകാലം ജീവിച്ച് കടന്നു പോകുന്ന മനുഷ്യൻ എന്ന സത്യം, മനുഷ്യൻ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ അവൻ ദൈവത്തിലും ദൈവവചനത്തിലും ദൈവത്തിൻ്റെ വചനം നടത്തുന്ന അവസ്ഥയിലുമൊക്കെ ശാന്തമായി ജീവിക്കുവാൻ ഇടയാകും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആയതിനാൽ സ്വർഗസ്ഥനായ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളിൽ ഈ ശാപത്തിൽ ജീവിക്കുന്ന ഞങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹവും ലാളിത്യവും എല്ലാം ഇറങ്ങി വരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരുടെ ഓരോരുത്തരുടെയും ഉള്ളങ്ങളോട് ദൈവം ഇടപെടണമേ. കർത്താവെ, ഞങ്ങൾക്ക് ദൈവം മാനം തരുന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊരിക്കലും മാനവും മഹത്വവും സ്ഥിരമായി ലഭിക്കുന്നില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ആ യാഥാർത്ഥ്യത്തെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഞങ്ങളുണ്ടാക്കുന്ന മാനം, ഞങ്ങളുണ്ടാക്കുന്നതൊന്നും നിലനിൽക്കില്ല എന്നുള്ള ഉറപ്പോടുകൂടി ജീവിച്ച് നിത്യതയിൽ അങ്ങയുടെ മുമ്പിലെത്തി പ്രതിഫലം പ്രാപിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.